ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എംടിയെ അനുസ്മരിച്ചു. എംടിയുടെ കൂടല്ലൂരിലെ വസതിയായ അശ്വതിയിൽ വെച്ച് നടന്ന അനുസ്മരണം എംപി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. കൂടല്ലൂരിന്റെ വാസുവിൽ നിന്ന് മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എംടിയിലേക്കുള്ള ആ യാത്രയ്ക്ക് ഊടും പാവും നൽകിയ നിലയോരത്തെ കൂടല്ലൂർ ഗ്രാമത്തിലെ എംടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അശ്വതിയിൽ വെച്ചായിരുന്നു ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എംടി അനുസ്മരണം സംഘടിപ്പിച്ചത്. സംസ്കാരത്തിന്റെ കാവലാളായിരുന്ന അദ്ദേഹം മാനവിക മൂല്യങ്ങൾ തന്റെ കൃതികളിലൂടെ പ്രസരിപ്പിച്ചു. എംടി മനുഷ്യവികാരങ്ങളുടെ കഥാകാരനാണെന്നും സമദാനി പറഞ്ഞു. ലോകമറിയാനിടവന്നു ഈ പ്രദേശം. ഒരു വലിയ എഴുത്തുകാരൻ തന്റെ മണ്ണ് വിട്ട് ലോകത്തോളം പടർന്നാലും ആ മണ്ണിൻ്റെതായ ഒരു സ്വാധീനം, അതിൻ്റെതായ ഒരു വൈകാരികത ആ എഴുത്തുകാരിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. വലിയ എഴുത്തുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു ലോകത്തൊക്കെ പടർന്നു വരും. എംടി കൂടല്ലൂര് വിട്ട് കോഴിക്കോട്ടേക്ക് പോയി. അതൊരു യാത്ര മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയായിരുന്നു. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായി. പി മമ്മിക്കുട്ടി MLA, സാഹിത്യകാരൻ പി സുരേന്ദ്രൻ, PK ബാലചന്ദ്രൻ, PR കുഞ്ഞുണ്ണി, PA അസീസ്, N കാർത്തിയാനി, സിന്ധു രവീന്ദ്രകുമാർ, MT രവീന്ദ്രൻ, സവിത, MT ഗീത, കവയിത്രി ഉഷ കുമ്പിടി, KP മുഹമ്മദ്, T സാലിഹ്, VP ബീന, P പ്രജിഷ, സജിത, ബഷീർ, PC രാജു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.